ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 15 റിവ്യൂ ആണ്. വീക്കെൻഡ് എപ്പിസോഡാണ്. അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതി, തോന്നിയാസം, ഒരിക്കലും ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ സമയത്ത് ആൾക്കാർ എന്നൊക്കെയാ പറഞ്ഞത്? കണ്ടസ്റ്റൻസ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്, എല്ലാം വാഴകളാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് രതീഷ് പോയതിന്റെ തൊട്ടടുത്ത ദിവസം തൊട്ട് ഗബ്രിയുടെ കൈ പിടിച്ച് ബിഗ് ബോസ് അടക്കം ഉയർത്തിയ ജാസ്മിനെ അപമാനിച്ചത് ഭയങ്കര മോശമായിപ്പോയി. സ്റ്റിക്കർ ഒട്ടിക്കാൻ മുഖത്ത് ഒരു സ്പേസ് ഇനി ബാക്കിയില്ല ജാസ്മിനും ഗബ്രിക്കും. ജാസ്മിൻ ഗബ്രിയോട് ചേർന്നിരുന്ന അന്നോട്ട്, ജാസ്മിൻ ഗബ്രിയുടെ കൈ പിടിച്ച അന്നോട്ട് ഉയർന്നാണ് ബിഗ് ബോസിന്റെ വ്യൂവർഷിപ്പ്. അതൊന്നും ലാലേട്ടനും ബിഗ് ബോസും മറക്കരുത്. അന്നു മുതൽ ഇന്ന് വരെ അവർ കൈ പിടിക്കുന്നുണ്ടോ, കൈ കടിക്കുന്നുണ്ടോ, ഉമ്മ വയ്ക്കുന്നുണ്ടോ എന്ന് കണ്ണും നട്ട് കാത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്? ആ ഒരു സദാചാരോളികൾ എന്തിനു വേണ്ടിയാണ് അവരുടെ സമയം സ്പെൻഡ് ചെയ്തത്? അത് ബിഗ് ബോസിലെ ജാസ്മിനും ഗബ്രിയും കളിച്ച കളിയുടെ പുറത്താണ്, അല്ലാതെ ഇത് ഷോടം എടുക്കൊന്നുമല്ല. അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ പരസ്യമായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് അപമാനിച്ചത്. എനിക്കതിനോട് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. വേറെ ഏത് കണ്ടസ്റ്റൻസ് ഉണ്ട്? വേറെ ഒരു കണ്ടസ്റ്റൻസും ഇല്ല. നന്ദി വേണം ബിഗ് ബോസ്, നന്ദി വേണം. പുറത്ത് തന്നെ ഇത്രയധികം വാർത്തകൾ സൃഷ്ടിച്ച വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ടായിരുന്നോ? ഇല്ല. സ്റ്റിക്കർ ഒട്ടിക്കുന്നു, കൊടി കൊടുത്തപ്പോഴത്തേന് വഴക്ക് പറയുന്നു. ഒരു മര്യാദ വേണ്ടേ? എല്ലാ ആൾക്കാർക്കിടെ ഒരാൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കൊടി കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടി അയാൾക്ക് കൊടി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചത് ഒരു വലിയ തെറ്റാണോ? ലാലേട്ടൻ ഭയങ്കര ഷോ ആയിരുന്നല്ലോ. തലമറന്ന് എണ്ണ തേക്കരുത്, എനിക്ക് അത്ര പറയാറുള്ളൂ. ഒരു ഷോ ഈ ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച രണ്ടാൾക്കാരെ അപമാനിക്കുന്ന കുറെ ടാസ്ക് എന്ത് മോശമാണല്ലേ. ഇനി ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അയ്യോ അതിനു മുമ്പ് ജാസ്മിനെ ഗബ്രി നിങ്ങൾ ചേർന്നിരിക്കണം, ഇടയ്ക്ക് കയ്യിലേക്ക് പിടിക്കണം, ഒരു മടിയും വിചാരിക്കേണ്ട. വ്യൂവർഷിപ്പ് ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ റിവ്യൂവേഴ്സിനും ചാനലിനൊക്കെ എന്തെങ്കിലും ഗുണം ഉണ്ടാകത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇത് കാണാൻ ഒരു മനുഷ്യന് വരില്ല, ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പം നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ മൊത്തം പരിപാടി ഒന്ന് രണ്ട് രസമുള്ള ഗെയിമിൽ കൂടെയാണ് മുന്നോട്ടേക്ക് പോയത്. അതിനകത്ത് വിശ്വാസം ഇല്ലായ്മ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിശ്വാസം ഉള്ളത് ആരാണോ അയാള് സ്വയം വിചാരിക്കേണ്ട ഒരു സംഗതിയുണ്ട്, താനൊരു ഗെയിമർ അല്ല, തനിക്ക് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേപോലെ അത് ഋഷി ആവുന്ന സമയത്ത് ഋഷി പ്രതീക്ഷിക്കേണ്ട ഒരു സംഗതിയുണ്ട്, താൻ അന്ന് കരഞ്ഞതുപോലെ പൊട്ടി കരയേണ്ടി വരും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇപ്പോൾ ഒരവസരം ഉള്ളതുകൊണ്ടാണ് ചേർത്ത് നിർത്തിയത്. എല്ലാ ആൾക്കാരും വിശ്വാസമുണ്ട്, താൻ നല്ലൊരു മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന സമയത്ത് നാളെ ഉറപ്പായിട്ടും അവർ തള്ളി പറയും. അപ്പം ഋഷി കഴിഞ്ഞ ദിവസത്തെ പോലെ വിഷമിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല പണിയാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ടോട്ടൽ എപ്പിസോഡിൽ സിജോയ്ക്ക് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത്. സിജോയെ കുറേയധികം ആളുകൾ ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ എടുക്കുന്നുണ്ട്. ശരിക്കും ഞാനും സിജോ റോക്കിയൊക്കെ ആയിട്ടുള്ള ഒരു ഗെയിമാണ് സത്യത്തിൽ കാണാനിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇന്നലെ ഇന്നുമായിട്ട് എപ്പിസോഡുകളിൽ കാണാൻ സാധിക്കുന്നത് അവർ തമ്മിലുള്ള ഗെയിമിന്റെ ഒരു പ്രതീക്ഷയാണ്. ബിഗ് ബോസ് സീസൺ 6 ഒരു ഗ്രാൻഡ് സക്സസ് ആയതിന്റെ വലിയ സന്തോഷത്തിലാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ ഇന്നലെ ജിൻഡോയ്ക്കും അപ്സരയ്ക്കും ഒരു ചെറിയ ടാസ്ക് കൊടുത്തായിരുന്നു. ജിൻഡോയ്ക്ക് അത്രയധികം രസകരമായിട്ട് തോന്നിയില്ല എങ്കിലും ലാലേട്ടൻ പറഞ്ഞല്ലെന്ന് വിചാരിച്ചിട്ട് ജിൻഡോ മാക്സിമം ട്രൈ ചെയ്തു. ഇന്ന് അപ്സരയും ജിൻഡോയും കൂടെ ചേർന്ന് അവതരിപ്പിച്ച ഒരു നൃത്തകലാ ശില്പം ഉണ്ടായിരുന്നു. ആ ഒരു നൃത്തം അവർ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. ജിൻഡോ മാക്സിമം നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്. ജിൻഡോ കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6 അവസാനിക്കുന്നതിന് മുൻപ് നല്ലൊരു നർത്തകൻ കൂടി ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. എല്ലാം പഠിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഭിനയം, നൃത്തം ട്രൈ ചെയ്യാനൊന്നും ഒരു മടിയില്ല. ജിൻഡോയില് കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവും അത് തന്നെയാണ്. അതിനുശേഷം അപ്രതീക്ഷിതമായി ശ്രീധുവിനെയും അർജുനെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് കിന്നാരത്തിലെ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഡാൻസ് കളിപ്പിച്ചു. അതിനുശേഷം ശരണിക്ക് ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ജാൻമണിക്ക് നാണം ഉണ്ടായിരുന്നു, നാണത്തിന് ശേഷം ഡാൻസ് കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നീട് ഒരു അവസരത്തിലാവാമെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുന്ന ലാലേട്ടനെയും എപ്പിസോഡിന്റെ ആദ്യ അവസരങ്ങളിൽ കണ്ടു. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻ അപ്സരേനെ ഒന്ന് അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു. ശരിക്കും അനുമോദിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്സരയാണ് നമ്മൾ അർജുനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗംഭീരമായിട്ട് ക്യാപ്റ്റൻ എന്ന് പറയുന്ന പദവി അലങ്കരിച്ചത്. ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. നല്ല പവർഫുൾ വോയിസ് ആയിരുന്നു. ഒരാളും ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ അവിടെ വന്നിട്ടില്ല. ക്യാപ്റ്റൻ അതിനേക്കാളും മുകളിൽ ഒച്ചയെടുത്ത് അവരെ പിടിച്ചിരുത്തും. അതേപോലെ ക്യാപ്റ്റൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന പല സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഒരിക്കലും ക്യാപ്റ്റൻസിയെ ബാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ എക്സ് ക്യാപ്റ്റൻ ആയിട്ടുള്ള അർജുൻ ഒരു വലിയ ബാഡ്ജ്, ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ള ഒരു ബാഡ്ജ് അപ്സരനെ അണിയിക്കുന്നു. അങ്ങനെ അനുമോദന ചടങ്ങ് കഴിഞ്ഞു. അപ്സരയ്ക്ക് വലിയ സന്തോഷമായി. അതിൻ്റെ കൂടെ തന്നെ ജിൻഡോനെ ഡാൻസ് പഠിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കൃത്യാർത്ഥതയും നമ്മുടെ അപ്സരയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി അപ്സര ഒന്ന് സ്റ്റാർ ആവണ ഒരു അവസരമാണ്. ഇപ്പോൾ ഏതോ ഒരു അവസരത്തിൽ ഹീറോയിൻ എന്ന് പറയുന്ന ഒരു ടാസ്ക് വന്നല്ലോ. ഇനി ഒരു ഹീറോയിൻ ടാസ്ക് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരും അതേപോലെ തന്നെ കണ്ടസ്റ്റൻസും കണ്ണുമടച്ച് ഹീറോയിൻ പദവി നമ്മുടെ അപ്സരയ്ക്ക് കൊടുക്കും.
നൈസ് ഒരു ഗെയിമറാണ്. വേറെ അങ്ങനെ ഗ്രൂപ്പിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരും വലിയൊരു ത്രെട്ടായിട്ട് അപ്സരയെ നോക്കി കാണുന്നില്ല. അപ്സരയ്ക്ക് സേഫായി നൈസായി കളിച്ചു പോകാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. അപ്സരയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് ചോദിച്ച സമയത്ത് റോക്കിയോടാണ് ആദ്യം ചോദിച്ചത്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുമെന്നുള്ള ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ റോക്കി അവിടെ എല്ലാം വളരെ ഓക്കെയാണ്, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു. ഗബ്രിക്ക് മാത്രമാണ് ഏതോ ഒരു ദിവസത്തെ ഒരു കാര്യത്തിൽ ഒരു അതിർത്തി ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് പരിഹരിച്ചു എന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് അപ്സരയുടെ ക്യാപ്റ്റൻസിയിൽ. അതിനുശേഷം ഏറ്റവും പുതിയ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന ക്യാപ്റ്റൻസി ടാസ്ക് സിജോ, അൻസിബ, റോക്കി എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത്. റോക്കിയെ എന്തിനാണ് നോമിനേറ്റ് ചെയ്തത്, സിജോയെ എന്തിനാണ് നോമിനേറ്റ് ചെയ്തത്, അൻസിബയെ എന്തിനാണ് നോമിനേറ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ പ്രേക്ഷകർക്ക് അറിയാലോ. ഇവരുടെ ഗെയിം എന്താണെന്ന് അറിയാനൊക്കെയാണ് പല ആൾക്കാരും നോമിനേറ്റ് ചെയ്തത്. അതിൽ റോക്കിക്ക് ഗെയിം മനസ്സിലായി. തന്നെ നോമിനേറ്റ് ചെയ്തത് തന്റെ ഗെയിം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് റോക്കിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ടാസ്ക് നമ്മുടെ റോക്ക് ഫെയിൽ ആയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ചില പരാതിയൊക്കെ അവിടെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഒരു പൂമ്പാറ്റ കൊണ്ടയാണ് പുള്ളി അങ്ങോട്ട് പിണങ്ങും, എല്ലാ കേസിനും പുള്ളി അങ്ങ് പിണങ്ങും. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വിടേണ്ടതാണ്. എനിക്ക് ഭയങ്കര കോമഡിയാണ് ഈ റോക്കിയുടെ ഈ എല്ലാ കാര്യത്തിനും ഈ പിണക്കവും പരിപാടിയൊക്കെ കാണുന്ന സമയത്ത്. പുള്ളി എന്തിനാണ് അത് പറയാൻ പോയെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഇട്ടത് എനിക്കറിയാം, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ടാസ്ക് എങ്ങനെയായിരുന്നു, വെള്ളത്തിൽ നിന്ന് 3-4 കീകളിൽ ഒരു ടൈം തെരഞ്ഞെടുത്ത് ഫ്രണ്ടിൽ മണ്ണ് നിറച്ച ആ ഒരു ടണലിൽ കൂടെ തുരന്നിറങ്ങി പെട്ടി തുറക്കണം. പെട്ടി തുറക്കുമ്പോൾ ആ ഒരു കീ അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് അതേ വഴി വന്ന് വീണ്ടും ഒരു താക്കോൽ എടുത്തുകൊണ്ട് പോകണം. ഇതിനകത്ത് ശരിക്കും സ്കില്ലിനെക്കാളിലും കൂടുതൽ ഭാഗ്യത്തിന്റെ ഒരു കളിയും കൂടെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ ഈ നല്ല താക്കോല് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഏതായാലും വളരെ ആവേശോജ്ജലമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അപ്പോൾ അൻസിബയ്ക്ക് ഇത്തിരി പണി കിട്ടിപ്പോയി. അൻസിബ മൂക്കൊണ്ടാണ് തുറന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട് കുറേ സമയം എടുത്തു. തന്നെ ശ്വാസം മുട്ടി അവിടെ കിടക്കുന്നുണ്ട്, എല്ലാവരും കൂടെ പൊക്കിക്കൊണ്ട് പോണതും കണ്ട്. അതുപോലെ സിജോ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തു. വലിയ കൈകൾ ഉള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണ് വാരി തുരന്ന് പോകാൻ പറ്റി. റോക്കി മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ റോക്കിക്ക് എന്തുകൊണ്ടോ പറ്റിയില്ല. റോക്കിക്ക് പറ്റിയേനെ, പക്ഷെ എന്തുകൊണ്ടോ പറ്റിയില്ല. അങ്ങനെ സിജോ വിജയകരമായിട്ട് ആ ഒരു സെക്കൻഡ് ചാൻസിൽ തന്നെ ആ ഒരു ടാസ്ക് വിജയിക്കുന്നു. അങ്ങനെ സിജോ പുതിയ ക്യാപ്റ്റനായി മാറുന്നു. സിജോ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിജോ പറഞ്ഞു, ഞാൻ പല ആളുകളിലെയും ഒളിഞ്ഞിരിക്കുന്ന ഗെയിമിനെ പുറത്തേക്ക് കൊണ്ടുവരും. പ്രേക്ഷകർക്കും കണ്ടസ്റ്റൻസിനും ഏറ്റവും ആവശ്യം സിജോയുടെ ഒളിഞ്ഞിരിക്കുന്ന ഗെയിം പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് പുറത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കാത്തിരിക്കുന്നത്. അപ്പം കുഴപ്പമില്ല. സിജോ ക്യാപ്റ്റൻസി എങ്ങനെ കൈകാര്യം ചെയ്യും? സിജോയുടെ ഏറ്റവും വലിയ വെല്ലുവിളി റോക്കിയാണ്. അപ്സരയോട് റോക്കി എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡബിള് ശരിക്കും സിജോയുടെ അടുത്ത് പ്രതീക്ഷിക്കാം. എന്നാലും റോക്കിയുടെ ഒരു ഗുണ്ടായിസം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സിജോയുടെ അടുത്ത് അധികം കളിക്കാൻ പോവില്ല. റോക്കി മറ്റേ സ്ത്രീകളെ പേടിപ്പിക്കുന്ന ഒരു ഗുണ്ടയാണ്. അപ്പം റോക്കി അങ്ങനെ പോകാനുള്ള സാധ്യതയില്ല. എന്നാലും റോക്കി സിജോയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. ബാക്കി വേറെ ആളുകളൊന്നും സിജോയുടെ അടുത്ത് ഗെയിമുമായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോറയ്ക്ക് സിജോയുടെ ഒരു വലിയ ശത്രുതയുണ്ട്, എന്തോ ഒരു ശത്രുതയുണ്ട്, വന്നപ്പോൾ തൊട്ടുള്ളതാണ്. പക്ഷെ നോറ അത് ഗെയിമിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നോറ ആദ്യം ഒരു നല്ല ഗെയിമറാണ്. അത് നോറയെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് സിജോയുടെ ക്യാപ്റ്റൻസിയിൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. പിന്നെ സിജോ കുറച്ചും കൂടെ കൺട്രോളിങ് ആയിരിക്കും, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്യാപ്റ്റനാണ്. പിന്നെ കുറച്ചും കൂടെ ജനാധിപത്യപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു ക്യാപ്റ്റനാണ്. ഏതായാലും ഈ ആഴ്ച ജാസ്മിൻ ഗബ്രി കൈപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആകെ ഒരു പ്രതീക്ഷ സിജോയുടെ ഗെയിമിലാണ്. പ്രതീക്ഷകൾ എല്ലാവർക്കും വരട്ടെ. അതിനുശേഷം ലാലേട്ടൻ ഋഷിയോട് വിശ്വാസ വഞ്ചന എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചു. ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഋഷി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ ഒരു വൃത്തികേടുകളുണ്ടല്ലോ, അത് ഭയങ്കര മോശമായിരുന്നു. അത് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജന വികാരത്തിനെതിരാവും. ഒന്നാതെ ബിഗ് ബോസ് ഇത്തിരി ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഉറപ്പിച്ചാണ് പറയുന്നത് എന്തോ ഹിന്റ് കൊടുക്കാനായിട്ട് ബിഗ് ബോസ് സഹായിച്ചു എന്നൊക്കെ ഉള്ളത്. സീക്രട്ട് ഏജന്റ് ഒക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം ഋഷിയോട് ഈ ജാസ്മിനെ അങ്ങനെ പറഞ്ഞ് എന്തിനാടാ എന്നൊക്കെ ചോദിക്കാത്തത്. അത് ചോദിക്കേണ്ടതാണ് അതിൻ്റെ ഒരു മര്യാദ. കാരണം അത്ര നൈസായിട്ടുള്ള ഒരു രീതിയിലല്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഋഷി പെരുമാറിയത്. അത് ആരോടാണെങ്കിലും, അതിപ്പം ഏതൊരു വ്യക്തിയോടാണെങ്കിലും അങ്ങനെയൊന്നും പെരുമാറുന്നത് ശരിയല്ല. അപ്പം ഋഷിക്ക് വിശ്വാസമുള്ളത് ആരെയാണ്, വിശ്വാസം ഇല്ലാത്തത് ആരെയാണ്, അങ്ങനെയുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഋഷി പറയുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് റോക്കി ചേട്ടനെയാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ് റോക്കി ചേട്ടന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഗെയിമൊന്നും കളിക്കത്തില്ലാത്തതുകൊണ്ടാണ് നിന്നെ ഭയങ്കര ഇഷ്ടം. വിശ്വാസം ഇല്ലാത്തത് ജാസ്മിനെയാണ്. ഗബ്രി ആൻഡ് ജാസ്മിൻ പുറത്ത് ഭയങ്കര കണക്ഷനാണ് എന്നാണ് എല്ലാ ആൾക്കാരും ആരോപിക്കുന്നത്. ഈ ഋഷി ആൻഡ് ജാസ്മിൻ പുറത്ത് വല്ല കണക്ഷനും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് എന്തിനാണ് ഇത്രമാത്രം ഹെയ്റ്റ്? അതിനുശേഷം റോക്കിക്ക് തീരെ വിശ്വാസം ഇല്ലാത്തത് സിജോയാണ്. വന്നന്ന് തന്നെ ക്യാപ്റ്റൻ ആക്കണം, പറക്കുന്ന ബോളൊക്കെ തനിക്ക് തരണമെന്ന് സിജോയോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. സിജോ അത് കൊടുത്തില്ലെന്നോ അത് പിന്നീട് നോറയോട് പറഞ്ഞെന്നോ എന്നൊക്കെയുള്ള പരാതിയും പണക്കങ്ങളൊക്കെയാണ് റോക്കിക്ക്. ഈ വന്നന്ന് തന്നെ ക്യാപ്റ്റൻ ആക്കണമെന്നൊക്കെ ഒരാൾ റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഞാൻ അന്ന് വിചാരിച്ചു എന്തൊരു അല്പേസ്തരമാണെന്നുള്ളത്. പിന്നെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് ആരെയാണ്? ഋഷിയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. അപ്സരയ്ക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് ഋഷിയാണ്. വിശ്വാസമില്ലാത്തത് ഗബ്രിയാണ്. ഗബ്രി മറ്റേ കൈപിടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൊരു അടുക്കപ്പയലാണല്ലോ. അപ്പൊ ഗബ്രി അപ്സരയ്ക്ക് വിശ്വാസമില്ല. അതേപോലെ തന്നെ അത് പറഞ്ഞ് വേറെന്തോ പ്രശ്നം അങ്ങനെയൊക്കെ അപ്സരയും ഗബ്രിയായിട്ട് കഴിഞ്ഞ ദിവസം ഐസ്ക്രീം കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ. ജാൻമണിക്കാണെങ്കിൽ വിശ്വാസം അൻസിബയെ വിശ്വസിക്കാം. ഒരു കാര്യം ആരോടും പോയി പറയത്തില്ല. നല്ല അംഗപ്പെട്ട കുട്ടിയാണ്. ഇനിയിപ്പോൾ വിശ്വാസമില്ലാത്തത് ഗബ്രിയാണ്. ആസ് യൂഷ്വൽ ഗബ്രി വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജാസ്മിന് വിശ്വാസം ഗബ്രിയാണ്. വിശ്വസിക്കാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. വേറെ ഒരാളും വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വാസം ഇല്ലായ്മ സിജോനെയാണ്. അതെന്തുവാണ് അങ്ങനെ ഒരു ടോക്ക്? സിജോ എങ്ങനെയാണ് ഇവരുടെ കേസിൽ ഇടപെട്ടതാ? ശരിയാണ്, സിജോ കുറച്ചും കൂടെ മനുഷ്യത്വമുള്ളവനാണ് എന്ന് വിചാരിച്ചു. എന്നാൽ സിജോ കഴിഞ്ഞ ദിവസം റിസോർട്ട് പരാമർശമൊക്കെ നടത്തുകയും ഇവർക്കെതിരെ നേരെ നിന്ന് വർത്താനം പറയുകയും ചെയ്തു. കൂടുതൽ സ്ട്രോങ് എന്ന് വിചാരിച്ച ഒരുത്തൻ തങ്ങൾക്കെതിരെ തിരിയുന്നത് അവർക്ക് പറ്റുന്നുണ്ടാവില്ല. ഗബ്രിക്ക് വിശ്വാസം ജാസ്മിനെയാണ്, സ്വാഭാവികം. ഇല്ലാത്തത് ജാൻമണിയാണ്. ഇനിയിപ്പോൾ അർജുന് വിശ്വാസം ഋഷിയാണ്, വിശ്വാസമില്ലാത്തത് ഗബ്രിയാണ്. യമുനയ്ക്ക് വിശ്വാസം റോക്കിയാണ്, വിശ്വാസമില്ലാത്തത് സിജോയാണ്. അൻസിബയ്ക്ക് വിശ്വാസം ജാൻമണിയാണ്, ഇല്ലാത്തത് യമുനയാണ്. മറുകണ്ഠം ചാടാൻ സാധ്യതയുണ്ട്. ശ്രീരേഖയ്ക്ക് വിശ്വാസം അർജുനെയാണ്, ഇല്ലാത്തത് ജാസ്മിനെയാണ്. ഇവിടെ നൈസായിട്ട് പൊതുജന വികാരത്തെ ഒന്ന് തൃപ്തിപ്പെടുത്താനായിട്ടുള്ള സംഗതി ഉണ്ടായിരുന്നു. കാരണം ഗബ്രി കൈ നീട്ടി ശ്രീരേഖ അതുമായിട്ട് വന്നപ്പോഴത്തേന് തനിക്കാന്ന് വിചാരിച്ചിട്ട്. അത് ആക്ച്വലി ജാസ്മിനുള്ളതായിരുന്നു. കൈ നീട്ടി ശരിയല്ലല്ലോ. അങ്ങനെ കൈ നീട്ടുന്ന ആവശ്യമുണ്ടോ? ഒരാൾ ഒരു കാര്യം കൊടുക്കാൻ വരുമ്പോൾ അയാളത് മനസ്സോടെ തരിക എന്നുള്ളതല്ലേ. താനാണ് അങ്ങനെ ഒരാൾ എന്ന് വിചാരിക്കണത് ശരിയല്ലല്ലോ. അപ്പൊ അതിന് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു. ജിൻഡോയ്ക്ക് വിശ്വാസം അപ്സരയാണ്, ഇല്ലാത്തത് ഗബ്രിയാണ്. ശ്രീധുവിന് വിശ്വാസം ശരണിയാണ്, വിശ്വാസം ഇല്ലാത്തത് ജാസ്മിനെയാണ്. സുരേഷിന് ട്രസ്റ്റ് യമുനയാണ്, വിശ്വാസം ഇല്ലാത്തത് ജിൻഡോനെയാണ്. റസ്മിന് വിശ്വാസം അപ്സരയാണ്, ഇല്ലാത്തത് ജിൻഡോനെയാണ്. ജിൻഡോ റസ്മിനെ കുറിച്ചിട്ട് ചില അപവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ കേട്ടാണല്ലോ. കാരണം റസ്മിൻ പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യമൊക്കെ നിഷാനയൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിരുന്നു. അത് റസ്മിൻ അറിഞ്ഞു. അതിന്റെ പ്രത്യാഘാതങ്ങളാണ്. നോറയ്ക്ക് റസ്മിനാണ് വിശ്വാസം, തീരെ വിശ്വാസമില്ലാത്തത് ജാസ്മിനെയാണ്. ശരണിക്ക് ശ്രീധുവിനാണ് വിശ്വാസം. ശ്രീധുവായിട്ടാണ് ആ ഒരു ബോണ്ട് വന്നപ്പോൾ തന്നെ. വാഴകൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ടെണ്ണം എന്തിനാണ് അവിടെ ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. വിശ്വാസം ഇല്ലാത്തത് ഗബ്രിയാണ്. സിജോയ്ക്ക് വിശ്വാസമുള്ളത് അർജുനെയാണ്, വിശ്വാസം ഇല്ലാത്തത് ജിൻഡോയാണ്. കാരണം സിജോ പറയുന്നത് ന്യായമാണ്. ഫിസിക്കൽ അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ കൈയൊക്കെ പൊക്കിക്കൊണ്ട് ഓടുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊരു ചീപ്പ് ഗെയിം ആയിരുന്നു. അന്ന് കുറേ അലുക്കുലുത്ത ചീപ്പ് പരിപാടികൾ ജിൻഡോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജിൻഡോ അത്ര നിഷ്കളങ്കനാണെന്ന് ആദ്യ ആഴ്ചയിൽ തോന്നിയില്ല. മറ്റേ ആർമിയിൽ നിന്ന് സിജോ ബുള്ളറ്റ് എടുത്ത കഥ മറ്റേ മിഥുന്റെ കഥ പോലെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. മറ്റേ ഫിസിക്കൽ അലേർട്ട് സാധനം വേറെ ഒന്ന് രണ്ട് കുത്തിത്തിരിപ്പങ്ങളുടെ പുള്ളി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്ന് രണ്ട് ഉടായ്പങ്ങളുടെ പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സിജോ ഓർത്തിരിക്കുന്നുണ്ട്. ആർക്കും വിശ്വാസവും ഇല്ല, വിശ്വാസം ഇല്ലായ്മയില്ല എന്ന് പറഞ്ഞ ആളുകൾ ശ്രീരേഖ, സുരേഷ് ഏട്ടൻ, അതേപോലെ തന്നെ നോറ. ഋഷിയാണ് ഏറ്റവും നല്ലവൻ. അപ്പം ഏറ്റവും മോശം ഗെയിം ഋഷിയുടെ ആണ് നമുക്ക് തീരുമാനിക്കാം. ഗബ്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കത്തില്ലാത്ത ഒരുത്തൻ. ഗബ്രി സ്റ്റിക്കർ ഒട്ടിക്കാൻ ഇടയില്ലാതെ മുഖമായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് മറ്റേ എവിക്ഷന്റെ പരിപാടി. 2 ഫ്ലാഗുകളാണ്. ജാസ്മിനാണ് ഫ്ലാഗ് എടുക്കാൻ വേണ്ടി പോണത്. വടി എടുത്തുകൊണ്ട് വന്ന് അടി വാങ്ങുക എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പം ഗ്രീൻ ഫ്ലാഗ് അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കൊടുക്കാം, റെഡ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് കൊടുക്കാം. അപ്പം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഗ്രീൻ റോക്കിക്ക് കൊടുക്കുന്നു, റെഡ് സുരേഷ് ഏട്ടന് കൊടുക്കുന്നു. കാരണം സുരേഷ് ഏട്ടൻ കഴിഞ്ഞ കുറേ നാളായിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പോണം എന്നുള്ളത്. അപ്സരയാണെന്നുണ്ടെങ്കിൽ ഗ്രീന് റസ്മിന് കൊടുക്കുന്നു, നമ്മുടെ റെഡ് സുരേഷേറിന് കൊടുക്കുന്നു. ശ്രീധു ആണെങ്കിൽ റസ്മിന് ഗ്രീൻ കൊടുക്കുന്നു, സുരേഷേറിന് റെഡ് കൊടുക്കുന്നു. ശരണ്യ സിജോയ്ക്ക് ഗ്രീൻ കൊടുക്കുന്നു, റെഡ് സുരേഷേറിന് കൊടുക്കുന്നു. അൻസിബ ഋഷിക്ക് ഗ്രീൻ കൊടുക്കുന്നു, സുരേഷേറിന് റെഡ് കൊടുക്കുന്നു. ജാൻമണി ഋഷിക്ക് ഗ്രീൻ കൊടുക്കുന്നു, സുരേഷേറിന് റെഡ് കൊടുക്കുന്നു. ജാസ്മിൻ നമ്മുടെ റസ്മിന് ഗ്രീൻ കൊടുക്കുന്നു, സുരേഷേറിന് റെഡ് കൊടുക്കണോ അതോ റോക്കിക്ക് കൊടുക്കണോ എന്നുള്ളൊരു ആലോചനയുമായി നിൽക്കുന്നു. അത് അറിയാതെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ആകെ മൊത്തം ഭയങ്കര ബഹളം. അവിടെയും മറ്റേ ഒരു ചാൻസ് അങ്ങോട്ട് എടുത്തു, നല്ല രീതിയിൽ അങ്ങ് വേരട്ടെ അങ്ങോട്ട് വിട്ടു, പേടിച്ചു പോയി. അപ്പോൾ എങ്ങനെയാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സുരേഷ് ഏട്ടന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. സുരേഷ് ഏട്ടന് കൊടുത്താലോ? പക്ഷെ റോക്കിയാണ് പോകണമെന്ന് തനിക്ക് ആഗ്രഹം. അപ്പോൾ റോക്കിക്ക് കൊടുത്താലോ? ശരിക്കും അതൊരു ജെനുവിനിറ്റി പ്രശ്നമാണ് എന്നുള്ളതാണ് ലാലേട്ടൻ പറയുന്നത്. ഏതായാലും അത് അങ്ങനെ ഡീൽ ചെയ്തു. അതൊരു സേഫ് ഗെയിം ആണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം ഉപയോഗിച്ചത് നന്നായി. എന്തെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹിൻഡോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കൊട്ടലോ കൊടുത്തു കഴിഞ്ഞാൽ ഗെയിം മാറും. നമ്മളിങ്ങനെ പാമ്പർ ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എടുത്ത് 2 എണ്ണം പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല.
അപ്പം ലാലേട്ടനോ ബിഗ് ബോസിനോ സദാചാരം പറയാൻ പറ്റത്തില്ലോ. അപ്പോൾ ഇവരെ ഒന്ന് വിരട്ടി, ആ ഒരു കോമ്പോനെ ഒന്ന് വിരട്ടുക, രണ്ടുപേരെ അങ്ങോട്ട് പിടിച്ച് വിരട്ടുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ ഈ കളി കളിക്കുന്നത്. ഇപ്പം ജാസ്മിന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ജാസ്മിൻ ചിന്തിക്കുന്ന സുരേഷ് കൊണ്ട് പോകണമല്ലോ, എന്നാൽ എനിക്ക് റോക്കി ഇഷ്ടമില്ല, ജെന്യൂനായിട്ട് അത് എക്സ്പ്രസ് ചെയ്തു, ജെന്യൂനായിട്ടുള്ളത് തുറന്നു പറഞ്ഞു. പക്ഷേ അവിടെ ഒരു ഗെയിമുണ്ട്, ബിഗ് ബോസിന്റെ ഒരു ഗെയിമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വിചാരിക്കല്ലേ ഇവരുടെ കോംബോ ഭയങ്കര സൂപ്പറാണ്, എല്ലാവർക്കും ഓക്കെ ആണെന്നുള്ളത്. ഗബ്രി ഗ്രീൻ കൊടുത്തത് ഋഷിക്കാണ്, റെഡ് കൊടുത്തത് സിജോയ്ക്കാണ്. യമുന ഗ്രീൻ കൊടുത്തത് ഋഷിക്കാണ്, റെഡ് കൊടുത്തത് സിജോയ്ക്കാണ്. ശ്രീരേഖ ഗ്രീൻ കൊടുത്തത് നോറയ്ക്കാണ്, റെഡ് കൊടുത്തത് സിജോയ്ക്കാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രീൻ കിട്ടിയത് ഋഷിക്കാണ്, റെഡ് കിട്ടിയത് സുരേഷേട്ടനാണ്. അത് നമ്മൾ പ്രൊമോയിൽ തന്നെ കണ്ടിരുന്നു, സുരേഷേട്ടൻ ഒരു കെട്ട് റെഡ് ഫ്ലാഗ് ഒക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാലോ ആരാണ് പുറത്തു പോകുന്നത്. എന്നിട്ട് പ്രൊമോയിൽ ഒരു ചോദ്യം, ആരിന്ന് പുറത്തു പോകും. അതിപ്പം അത് നല്ല ഫ്രെയിമായിരുന്നു. ഇവിടെ സിജോയുടെ ഒരു ഗെയിം ഒന്ന് കയറി വന്നാൽ നന്നായി. കാരണം കയറി വന്നില്ല എന്നുണ്ടെങ്കിൽ സിജോ അതിൽ നിന്ന് ട്രാക്ക് വിട്ടുപോയതിനെ. ഒന്നാമത് ക്യാപ്റ്റനുമായി സിജോയെ ബാക്കിയുള്ള ആളുകൾ നോട്ട വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയും സിജോയ്ക്ക് കിട്ടി. റോക്കി ആണെങ്കിൽ കൊമ്പ് കോർക്കുകയും ചെയ്തു. മൊത്തത്തിൽ ഗെയിമിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ ആഴ്ച വീണ്ടും വ്യൂവർഷിപ്പ് കൂടട്ടെ, ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ പിടിക്കട്ടെ, മുത്തങ്ങൾ കൊടുക്കട്ടെ എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു റിവ്യൂ അവസാനിപ്പിക്കുകയാണ്.